അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ സഹായം നേടിയെടുക്കാൻ അള്ളാഹു സബബാക്കിയ, അള്ളാഹു കാരണമാക്കിയ ഏറ്റവും വലിയ ഒരു ഗുണമാണ് ക്ഷമ എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കുന്ന വിശ്വാസികളുടെ പ്രത്യേകതയായി അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. നോക്കൂ, നമ്മുടെ ഈ ജീവിതത്തിൽ, ഈ ഭൗതികമായ ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി ഒരു മനുഷ്യനിൽ ഉണ്ടാകേണ്ട ഗുണവിശേഷണമാണ് ക്ഷമ. അതില്ലാതെ ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ ജീവിക്കുക അസാധ്യമാണ്. കാരണം ഈ ദുനിയാവ് അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ദുനിയാവിൽ ക്ഷമിക്കാതെ, ക്ഷമ എന്നത് അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ പോലും കൊണ്ടുവരാതെ അവന് രക്ഷപ്പെടാനോ ജീവിക്കാനോ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനുസ്തഈനൂ ബിസ്സബ്രി വസ്സലാഹ് ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലയോ വിശ്വസിച്ചവരെ, നിങ്ങൾ അള്ളാഹുവിനോട് ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടണം. നോക്കൂ, അള്ളാഹുവിനോട് സഹായം ചോദിക്കാൻ പറഞ്ഞത് ക്ഷമയും നമസ്കാരവും കൊണ്ടാണ്. ആരാധനയാകുന്ന നമസ്കാരത്തേക്കാൾ മുൻഗണനയോടുകൂടി അള്ളാഹു പറഞ്ഞു ക്ഷമയുണ്ടാകണം. ക്ഷമയോടുകൂടിയാകണം നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കേണ്ടത്, അതോടൊപ്പം നമസ്കാരവും. അപ്പം ക്ഷമയുണ്ടാവുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഒരു മനുഷ്യന് ലഭിക്കുക. തുടർന്ന് അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. പ്രിയപ്പെട്ടവരെ, 3 രൂപത്തിൽ ക്ഷമയെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന്, അസ്സബ്റു അല ത്വാഅത്തില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കുന്നതിൽ ക്ഷമയുണ്ടാകണം. രണ്ടാമത്തേത് അസ്സബ്റു ഫി ഇബ്തിലാ ഇല്ല. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമയുണ്ടാകണം. മൂന്നാമത്തേത് അസ്സബ്റു അൻ മഹാരിമില്ല. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ക്ഷമയുണ്ടാകണം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട 3 മേഖലകളാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ, അള്ളാഹുവിന് ഇബാദത്തുകൾ നൽകുമ്പോൾ അവന് ക്ഷമ അനിവാര്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് വസ്തബിർ ലി ഇബാദത്തിഹി. അള്ളാഹുവിന് നിങ്ങൾ ആരാധനകൾ നൽകേണ്ടത് ക്ഷമയോടെ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹുവിനെ കുറച്ചുനാൾ അള്ളാഹുവിനെ ആരാധിച്ച് അക്ഷമനായി തിരിച്ചു പോവുകയല്ല. കുറേ നാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്നിട്ട് പിന്നീട് അക്ഷമനായി ക്ഷമ നഷ്ടപ്പെട്ട് തിരിച്ചു പോവുകയല്ല. ക്ഷമയോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ക്ഷമയോടുകൂടി അള്ളാഹുവിന് വേണ്ടി നമസ്കരിക്കണം. അപ്പോൾ നമ്മുടെ അമലുകളിൽ, ആരാധനകളിൽ ക്ഷമയുണ്ടാകണം. ഒരാൾ നോമ്പ് പിടിക്കണം, അവന് ക്ഷമ വേണം. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും വെള്ളവും കഴിക്കാതെ അവന് കഴിച്ചു കൂട്ടണമെങ്കിൽ അവന് ക്ഷമയുണ്ടാകണം. അതേപോലെ തന്നെ ഒരാൾക്ക് ഹജ്ജ് ചെയ്യണമെങ്കിൽ അവന് ആരോഗ്യപരമായി അവന് ക്ഷമയുണ്ടാകണം. ഇങ്ങനെ ഓരോ അമലുകൾ എടുത്തു നോക്കിയാലും അവന് ക്ഷമ എന്ന് പറയുന്ന വിശേഷണമില്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആരാധനകൾ ചെയ്യുന്നിടത്തും അള്ളാഹുവിനെ അനുസരിക്കുന്നിടത്തും ഒരു വിശ്വാസിക്ക് ക്ഷമ അനിവാര്യമാണ്. അതിനുശേഷം രണ്ടാമതായി പണ്ഡിതന്മാർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അവന് ക്ഷമയുണ്ടാകണമെന്നാണ്. നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു മേഖലയാണ്. അതായത് കഠിനമായി അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യരെ പരീക്ഷിക്കും. ആ പരീക്ഷണത്തിൻ്റെ വേളയിൽ ഒരു മനുഷ്യനെ ക്ഷമിക്കാൻ കഴിയുക എന്നത് ഒരു വലിയ തൗഫീഖാണത്. അങ്ങനെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മനുഷ്യന് ഖൈർ ഉദ്ദേശിച്ചാൽ യുസിബ് മിൻഹു, അവനെ അല്ലാഹു പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാൽ, അങ്ങനെ പരീക്ഷണങ്ങൾക്കൊരു മനുഷ്യൻ വിധേയനായാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവനെ പരീക്ഷിക്കുന്നത് അവൻ്റെ ഈമാനിനെയാണ്, അവൻ്റെ ശരീരത്തെയല്ല, അവൻ്റെ സമ്പത്തിനെയല്ല, അവൻ്റെ സന്താനങ്ങളെയല്ല, അവൻ്റെ ഭൗതികമായ വിഭവങ്ങളെയല്ല, മറിച്ച് അതിലൂടെ അള്ളാഹു അവനെ പരീക്ഷിക്കുന്നത് അവൻ്റെ ഈമാനിനെയാണ്. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് അതൊരു വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ടാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിനസ് സബ്ർ. സബ്റിനേക്കാൾ വിശാലമായ ഒരു ഗിഫ്റ്റ്, ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നൽകിയിട്ടില്ല. അപ്പോൾ ഒരു മനുഷ്യന് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് അല്ലാഹു നൽകിയ ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. മാത്രമല്ല അതൊരു വിശാലമായ ഒരു അനുഗ്രഹമാണെന്നാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ജീവിതത്തിൽ പല രൂപത്തിൽ പരീക്ഷിക്കും. നമ്മുടെ സമ്പത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ പരീക്ഷിക്കും. നമ്മുടെ സന്താനങ്ങളെ അല്ലാഹു തിരിച്ചെടുത്തുകൊണ്ട്, സന്താനങ്ങളെ മരിപ്പിച്ചുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. നമ്മളുടെ കുടുംബജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഏതൊക്കെ മേഖലയുണ്ടോ ആ അനുഗ്രഹങ്ങളിലെല്ലാം കുറവ് വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സ്വാബിരീൻ. നിങ്ങളുടെ സമ്പത്തിൽ, നിങ്ങളുടെ സന്താനങ്ങളിൽ, അതേപോലെ തന്നെ കായ്ക്കനികളിൽ കുറവ് വരുത്തിക്കൊണ്ടും ഭയം കൊണ്ടും പട്ടിണി കൊണ്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരിസ് സ്വാബിരീൻ. അവിടെ ക്ഷമിക്കുന്നവർ, അവർക്ക് സന്തോഷവാർത്ത അറിയിക്കണം. നോക്കൂ, ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് ഗുഡ് ന്യൂസ്, സന്തോഷവാർത്ത അറിയിക്കാൻ പറയുകയാണ്. അവർക്ക് കിട്ടുന്ന സന്തോഷവാർത്ത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു ഹിസാബ് നോക്കാതെ, കണക്ക് നോക്കാതെ നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ക്ഷമക്ക് കണക്ക് നോക്കാതെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വേറൊരു അമലിനെപ്പറ്റിയും വേറൊരു നന്മയെപ്പറ്റിയും അല്ലാഹു സുബ്ഹാനഹു തആല കണക്ക് നോക്കാതെ പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അത് ഒരു അമലിനെ പറ്റി മാത്രമാണ്, ക്ഷമയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ക്ഷമ എന്നത് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട ഒരു വലിയ വിശേഷണമാണ്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു തആല ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ ദുനിയാവിൽ പരീക്ഷിച്ചിട്ടുള്ളത്. അവർ അല്ലാഹുവിൽ ക്ഷമ അവലംബിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ അവർ ക്ഷമിച്ചിട്ടുണ്ട്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവാചകൻ, സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവാചകൻ, അതേപോലെ തന്നെ നുബൂവത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവാചകൻ. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിൻ്റെ സമ്പത്ത് തിരിച്ചെടുത്തു, അദ്ദേഹത്തിൻ്റെ മക്കളെ തിരിച്ചു വിളിച്ചു, അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഭൗതിക സുഖങ്ങളും അല്ലാഹു തിരിച്ചെടുത്തു. ആ സന്ദർഭത്തിലും അല്ലാഹുവെപ്പറ്റി അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടുകൂടി, അല്ലാഹുവെപ്പറ്റി അങ്ങേയറ്റത്തെ നല്ല വിചാരം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നൊരു പ്രവാചകനാണ് അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട് ശാരീരികമായി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോഴും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, നീ കാരുണ്യവാന്മാരിൽ വെച്ച് അങ്ങേയറ്റം കാരുണ്യവാനാണെന്നാണ് പരീക്ഷണങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ ഘട്ടത്തിൽ പോലും അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാനെപ്പറ്റി വിചാരിച്ചതും പറഞ്ഞതും. നോക്കൂ സഹോദരങ്ങളെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു മാതൃകയാണ്. സമ്പത്ത് കൊണ്ടും സന്താനങ്ങളെ കൊണ്ടും ശാരീരികമായി പ്രയാസങ്ങൾ നേരിടുന്നവർക്കും അയ്യൂബ് നബിയിൽ നല്ല മാതൃകയുണ്ട്. മാത്രമല്ല, മഹാനായ യഅ്ഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ യൂസുഫിനെ നഷ്ടപ്പെട്ടു. വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ യൂസുഫ് എന്ന് പറയുന്ന സുന്ദരനായ തൻ്റെ ഓമനപുത്രനെ യഅ്ഖൂബ് നബിക്ക് നഷ്ടപ്പെട്ടപ്പോൾ യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പതിറ്റാണ്ടുകളോളം അദ്ദേഹം കരഞ്ഞുവെന്നാണ്. കാരണം യൂസുഫ് നബിയെ പിന്നീട് തിരിച്ചു കിട്ടുന്നത്, അദ്ദേഹത്തിൻ്റെ യൂസുഫ് നബി യുവത്വത്തിലെത്തി. ആ സന്ദർഭത്തിലാണ് യഅ്ഖൂബ് നബിക്ക് യൂസുഫ് നബിയെ തിരിച്ചു കിട്ടുന്നത്. ആ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിനെ പറ്റി പറഞ്ഞത് ഫസ്സബ്റുൻ ജമീൽ, ഭംഗിയായി ക്ഷമിക്കുമെന്നാണ്. അതായത് ഏറ്റവും ഭംഗിയായി ക്ഷമിക്കും. നോക്കൂ സഹോദരങ്ങളെ, ക്ഷമക്കൊരു ഭംഗിയുണ്ടെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. ക്ഷമക്ക് ഒരു ഭംഗിയുണ്ട്. നമ്മൾ പറയാറുണ്ട് ക്ഷമ അതിനൊക്കൊരു പരിധിയില്ലേ എന്ന്. എന്നാൽ അതിരുകളും പരിധികളുമില്ലാത്തതാണ് ഫസ്സബ്റുൻ ജമീൽ. നോക്കൂ,
യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആദ്യ പുത്രൻ യൂസുഫിനെ നഷ്ടപ്പെട്ടപ്പോൾ, പിന്നീട് ബിന്യാമീനെ നഷ്ടപ്പെട്ടപ്പോഴും യൂസുഫ് നബി തൻ്റെ മക്കളോട് പറഞ്ഞത്, നിങ്ങൾ പോയി യൂസുഫിനെയും യൂസുഫിൻ്റെ സഹോദരൻ ബിന്യാമിനെയും അന്വേഷിക്കുമെന്നാണ്. ഇത് കേട്ട ബാക്കി 10 മക്കളും അത്ഭുതപ്പെട്ടുവെന്നാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട യൂസുഫിനെ കൂടി ചേർത്തി പറഞ്ഞു. രണ്ടാമത് നഷ്ടപ്പെട്ട ബിന്യാമീനെ അന്വേഷിക്കുമ്പോൾ യൂസുഫിനെ കൂടി നിങ്ങൾ അന്വേഷിക്കൂ എന്ന്. അതായത് യാക്കൂബ് നബി അന്ന് നഷ്ടപ്പെട്ട യൂസുഫിനെ തിരിച്ചു കിട്ടുമെന്നുള്ള അതിയായ പ്രതീക്ഷയിൽ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടാണ് അവരോട് പറഞ്ഞത്. നോക്കൂ, ആ പ്രവാചകന്മാരുടെ ക്ഷമ എത്ര വലുതാണ്. മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലമാണ് തൻ്റെ സമൂഹത്തിൽ ജീവിച്ചത്. 950 കൊല്ലം പ്രബോധനം നടത്തിയിട്ട് 950 കൊല്ലം അവർക്ക് വേണ്ടി രാവും പകലും ഇസ്ലാമിക ദഅവത്ത് നടത്തിയിട്ട് വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് നൂഹ് നബിയിൽ വിശ്വസിച്ചത്. ആ നൂഹ് നബിയുടെ ക്ഷമ ഒരു സമൂഹത്തിനു വേണ്ടിയായിരുന്നു. അള്ളാഹു തനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിന് വേണ്ടിയായിരുന്നു. യാക്കൂബ് നബിയുടെ ക്ഷമ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമ, ഏറ്റവും നല്ല മാതൃകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകനാണ് ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകൻ. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി സ്വന്തം ജനിച്ച നാട്, താൻ ഏറെ സ്നേഹിച്ച മക്ക എന്ന നാട് വിട്ട് അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു. നാട്ടുകാർ അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിൻ്റെ മക്കൾ, ആൺമക്കൾ, 3 ആൺമക്കളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. ഓരോ ആൺമക്കളും മരണപ്പെട്ടു പോയി. അങ്ങനെ മക്കളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരീക്ഷിച്ചു. സാമ്പത്തികമായി പട്ടിണി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു പരീക്ഷിച്ചു. യുദ്ധത്തിൻ്റെ പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. എല്ലാ മേഖലയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലിനോട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, റസൂലെ താങ്കൾ ക്ഷമിക്കണം. ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലിനോട് പറയുകയാണ്, ഫസ്ബിർ, നബിയെ താങ്കൾ ക്ഷമിക്കണം. കമാ സബറ ഉലുൽ അസ്മ്, ഉലുൽ അസ്മിൻ്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ക്ഷമയെന്ന ആ ഒരു അവിഭാജ്യമായ ഘടകം നമുക്കുണ്ടാകണം. അത് ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളുണ്ടാകുന്ന ആദ്യഘട്ടത്തിലാണ് നമുക്ക് ക്ഷമയുണ്ടാകേണ്ടത്. ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഒരു കുട്ടി മരണപ്പെട്ട മാതാവ് ആ കുട്ടിയുടെ ഖബറിനരികിലിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല വാക്കുകൾ, ക്ഷമയുടെ വാക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ പ്രവാചകനാണെന്നറിയാതെ ആ സ്ത്രീ പെട്ടെന്ന് എന്തോ പറഞ്ഞുപോയി. പിന്നെയാണ് നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ സ്ത്രീ ഓടിച്ചെന്ന് പ്രവാചകനോട് മാപ്പ് പറഞ്ഞു. പ്രവാചകരെ, എൻ്റെ മകൻ സങ്കടപ്പെട്ട വേദനയിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചത് വേറെ ആരോ ആണെന്നാണ് ഞാൻ വിചാരിച്ചത്. പ്രവാചകരെ, താങ്കൾ എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്ത്രീയോട് പറഞ്ഞു, ഇന്നമസ്സബുറു ഇൻദ സ്വദമത്തിൽ ഊല, ക്ഷമ എന്നത് അതിൻ്റെ ആദ്യഘട്ടത്തിലാണ് ഉണ്ടാകേണ്ടത്. ഇത് പലപ്പോഴും പല ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. അവൻ ക്ഷമിക്കും, പക്ഷെ ആദ്യഘട്ടത്തിൽ ഒരു വൈകാരികമായ പ്രകടനങ്ങൾ, അതല്ലെങ്കിൽ അക്ഷമനായിക്കൊണ്ടുള്ള സംസാരങ്ങളുണ്ടാകും. എല്ലാം കഴിഞ്ഞിട്ട് അവൻ പറയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവർ, അതല്ല ഏറ്റവും ഭംഗിയുള്ള ക്ഷമയെന്ന് പറയുന്നത്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രയാസം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നൊരു ഘട്ടമാണ് അതിൻ്റെ ആദ്യഘട്ടം. ആ സന്ദർഭത്തിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാകട്ടെ. നോക്കൂ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, വഅലം, നീ അറിയണം, അന്ന നസ്റ മഅസ് സുബ്ർ, ക്ഷമയോടൊപ്പമാണ് അള്ളാഹുവിൻ്റെ സഹായമുള്ളത്. വ അന്നൽ ഫറജ മഅൽ കർബ്, അതേ പ്രയാസങ്ങളോടൊപ്പമാണ്, അതല്ലെങ്കിൽ വിഷമത്തോടൊപ്പമാണ് ആശ്വാസമുള്ളത്. അതേപോലെ വ അന്ന മഅൽ ഉസ്രി യുസ്ര, പ്രയാസങ്ങളോടൊപ്പമാണ് എളുപ്പമുള്ളത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് സഹായം നൽകുന്നത് ക്ഷമയോടൊപ്പമാണ്.
ക്ഷമയുണ്ടെങ്കിലേ അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കൂ. വിഷമങ്ങൾ ഉണ്ടായാലേ അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസമുണ്ടാവൂ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എളുപ്പങ്ങൾ ഉണ്ടാകുന്നത്. ഈ ദുനിയാവിലെ ജീവിതം അങ്ങനെയാണ്, സുഖ ദുഃഖ സമ്മിശ്രമാണ്. ഇവിടെ വിജയ പരാജയങ്ങൾ ഉണ്ടാകും, ഇവിടെ പ്രയാസങ്ങൾ നേരിടും. അപ്പോൾ ഒരു മനുഷ്യൻ ദുഃഖിതനാകും, അവന് സങ്കടങ്ങളുണ്ടാകും. ഇവിടെ മനുഷ്യൻ അനുഗ്രഹങ്ങൾ നേടിയെടുക്കും, അപ്പോൾ അവൻ അള്ളാഹുവിൽ ശുക്ർ ചെയ്ത് അവൻ സന്തോഷവാനായി മാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. അവന് ഒരു പ്രയാസം ബാധിച്ചാൽ ഫസ്വബറ, അവൻ ക്ഷമിക്കും, അതവന് നന്മയാണ്. ഒരാൾക്ക് നന്മ കിട്ടിയാൽ അവൻ ഫശക്കറ, അവൻ ശുക്ർ ചെയ്യും, അതും അവന് നന്മയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്നത് അവന് കണക്ക് നോക്കാതെ പ്രതിഫലം ലഭിക്കാനുള്ളൊരു കാരണമാണ്. ഇനി ഒരു വിശ്വാസിക്ക് നന്മകളാണ് ലഭിക്കുന്നതെങ്കിലോ അതിലൂടെ അവൻ ശുക്ർ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് അതിനുള്ള പ്രതിഫലവും അവന് ലഭിക്കുന്നതാണ്. ഏതാണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. പ്രിയപ്പെട്ടവരെ, സബർ എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവ വിശേഷണം, ഈ ഒരു വലിയ അനുഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ക്ഷമിക്കുന്നവരുടെ, ക്ഷമാശീലരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രവാചകന്മാരിൽ നിന്ന് ആ മാതൃക ഉൾക്കൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു ക്ഷമിക്കാനുള്ള അപാരമായ മനസ്സിൻ്റെ വിശാലത അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.